ഹലോ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ടോയ് ജോയ്. ഇതിൻ്റെ പകുതി പോർഷൻസ് നമ്മൾ ഓൾറെഡി പാർട്ട് 1 വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാർ ആദ്യം തന്നെ അത് കണ്ട് അതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Look at these shapes and answer the following. Circle the cubes. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യൂബ്സിനൊക്കെ സർക്കിൾ ചെയ്യാം. ഇത് ഈസി അല്ലേ? എല്ലാ ക്യൂബ്സിനും സർക്കിൾ ചെയ്യുക. Now put tick against the shapes that are cones. ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺസിനൊക്കെ ടിക്ക് ചെയ്യാം. ഈസി അല്ലേ? Put a cross against the shape that are cylinders. സിലിണ്ടേഴ്സിന് ക്രോസ് കൊടുക്കുക. എല്ലാ സിലിണ്ടേഴ്സിനും ക്രോസ് കൊടുത്തു. പുട്ട് എ ബോക്സ് അറൗണ്ട് ദ ക്യൂബോയിഡ്സ്. കൊടുത്തിരിക്കുന്ന എല്ലാ ക്യൂബോയിഡ്സിനും ഓരോ ബോക്സസ് വരയ്ക്കാം. നെയിം ദ ഷേപ്സ്. നെയിം ദ ഷേപ്സ് വിത്ത് നോ എഡ്ജസ്. അറിയാലോ ഏതാണ് നോ എഡ്ജസ് ആയിട്ടുള്ള ഷേപ്സ്? സ്ഫിയർ ആൻഡ് സർക്കിൾ. വിത്ത് ഓൺലി ഫ്ലാറ്റ് ഫേസസ്, സ്ക്വയർ, ക്യൂബ് ആൻഡ് ക്യൂബോയിഡ്സ്. വിത്ത് ഓൺലി കർവ്ഡ് ഫേസസ്. കർവ്ഡ് ഫേസ് മാത്രമുള്ളത് എന്തായിരുന്നു? Sphere. With both straight and curved edges. Straight edgeും curved edgeും ഉള്ള ഒരു ബേസിക് ഷേപ്സ് ഇല്ല. പക്ഷെ ഒന്നിലധികം ബേസിക് ഷേപ്സ് കൂടി കലർന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് അതേപോലെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു പെൻസിൽ ഷാർപ്നർ എടുക്കുക. പെൻസിൽ ഷാർപ്നറിൽ നമ്മൾ ഷാർപ്പ് ചെയ്യുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അവിടെ എന്തായിരിക്കും? അതൊരു കോണാണല്ലേ. എന്നാൽ അതിൻ്റെ ചുറ്റുമുള്ള എഡ്ജസ് ഒക്കെ എങ്ങനെയാ? സ്ട്രെയിറ്റ് എഡ്ജസ് ആണ്. ഇതൊരു ബേസിക് ഷേപ്പ് അല്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. വിത്ത് ബോത്ത് ഫ്ലാറ്റ് ആൻഡ് കർവ്ഡ് ഫേസസ്. ഫേസ് സ്ട്രെയിറ്റും കർവ്ഡും ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയാം അല്ലേ? കോൺ, സിലിണ്ടർ, ഇതിനൊക്കെ ഫ്ലാറ്റ് സർഫസും ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫേസും ഉണ്ട്, കർവ്ഡ് ഫേസും ഉണ്ട്. Which shapes can you build? Look at what I made with clay and sticks. You too try to make such shapes. ഈ ഒരു ഗേള് ക്ലേയും പിന്നെ സ്റ്റിക്സും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പല ഷേപ്സും ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കും ഉണ്ടാക്കാം അല്ലേ അതേപോലെ? നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ഷേപ്സ് ഉണ്ടാക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതേപോലത്തെ ഷേപ്സ് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഷേപ്സ് ഉണ്ടാക്കാം. ഇതൊന്നും അല്ലാതെ ഇനിയും കുറേ ഷേപ്സ് ഉണ്ടാക്കാം. ട്രൈ ടു മേക്ക് ദീസ് ഷേപ്പ് യൂസിങ് ക്യൂബ്സ്. താഴെ തന്നിരിക്കുന്നത് നിങ്ങൾ ഓരോ ഷേപ്സിലും എത്ര ക്യൂബ്സ് ഉണ്ട് നോക്കിയിട്ട് ഇതേപോലെ നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പൊ താഴത്തെ ക്യൂബ് 1 2 3 4 5 6 7 8 ക്യൂബ്സ് ഉണ്ട്. അതിന് ആ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്കും കിട്ടും. അതേപോലെ തന്നെ ഇതും അടിയിലൊരു ക്യൂബ് വെക്കുക, അതിന്റെ മുകളിൽ വേറെ ക്യൂബ് വെക്കുക, ഇവിടെ വേറെ ക്യൂബ്, ഇവിടെ വേറെ ക്യൂബ്, ഇവിടെ വേറെ ക്യൂബ്. Let's play. There is a game along the border of this page. നിങ്ങളുടെ ബുക്കിൽ ഇങ്ങനെ ഒരു ഗെയിം ബുക്കിന്റെ ബോർഡറിലൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? Roll the die and move the counter to the next picture associated with the number on the die. ഈ ഡൈസിന്റെ മുകളിൽ പല പല നമ്പറുകൾ ഉണ്ടാവും. യൂഷ്വലി റെഗുലർ ഡൈസിന് 1 to 6 ആണ് അതിലെ ഡോട്ട്സ് കൊടുക്കുക. 1 ആണ് കിട്ടുന്നതെങ്കിൽ സിലിണ്ടറിലേക്ക് മൂവ് ചെയ്യാം. 2 ആണ് കിട്ടുന്നതെങ്കിലോ സ്ഫിയറിലേക്ക് മൂവ് ചെയ്യാം. 3 ആണെങ്കിൽ കോണിലേക്ക്, 4 ആണെങ്കിൽ ക്യൂബിലേക്ക്, 5 ആണെങ്കിൽ ക്യൂബോയിഡിലേക്ക്. ഇനി 6 ആണ് കിട്ടുന്നതെങ്കിൽ മൂവ് 2 സ്റ്റെപ്പ് ഫോർവേഡ്. എല്ലായിടത്തിലും ഇഫ് പോസിബിൾ എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫിനിഷിംഗ് ലൈനിന്റെ തൊട്ടടുത്ത് എത്തി എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കൊരു 6 വീണു. അപ്പൊ നമുക്ക് 2 ലൈൻ മുന്നോട്ട് നീക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കേസിൽ നീക്കാൻ പറ്റില്ല. അല്ലാത്ത എല്ലാ കേസിലും നമുക്ക് ചെയ്യാൻ പറ്റും. Play the game with your friends. The one who reaches the finish mark first wins the game. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാം. ആരാണോ ആദ്യം ഫിനിഷ് ലൈനിൽ എത്തുന്നത് അയാളായിരിക്കും ജയിക്കുക. ഫസ്റ്റ് സ്റ്റാർട്ടിൽ നിൽക്കുക, എന്നിട്ട് നമുക്ക് ഈ ഡൈസിൽ ഏത് നമ്പറാണ് വീഴുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ 1 ആണ് വീണതെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് നേരെ ഒരു സിലിണ്ടറിലേക്ക് പോകണം. എവിടെയാ ഫസ്റ്റ് സിലിണ്ടർ വരുന്നത്? ഇവിടെയാണ് ഫസ്റ്റ് സിലിണ്ടർ. അപ്പം നിങ്ങളുടെ ഫ്രണ്ട് ഇനിയൊരു ഡൈസ് ഇടും. അയാൾക്ക് കിട്ടിയിരിക്കുന്നത്
3 ആണെങ്കിൽ അയാൾ ഇവിടെ കോണിലെത്തും. അങ്ങനെ നിങ്ങൾ ഓരോ ഡൈസിനനുസരിച്ച് മുന്നോട്ട് നീങ്ങി ഓരോ ഷേപ്പിനനുസരിച്ച് പോയി ലാസ്റ്റ് ഈ ഒരു ഫിനിഷിൽ എത്തുമ്പോൾ ആദ്യം എത്തുന്ന ആള് ജയിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചു നോക്കില്ലേ? ഓക്കെ. In what ways are these shapes same? In what ways they are different? ഈ ഷേപ്സ് ഒക്കെ എന്ത് വേയിലാണ് സിമിലർ ആയിരിക്കുന്നതെന്നും എന്ത് വേയിലാണ് ഡിഫറെന്റ് ആയിരിക്കുന്നതെന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം സിമിലാരിറ്റി നോക്കാം. All of these shapes are 3D, 3-dimensional. 3-dimensional structure എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാം, ഒരു പേപ്പറും ഒരു ക്യൂബോയിഡും തമ്മിലുള്ള വ്യത്യാസം എന്താ? പേപ്പറിന് രണ്ട് സൈഡിൽ ഒരു ലെങ്ത് ഉണ്ട്, ഒരു വിഡ്ത്ത് ഉണ്ട്. പക്ഷേ പേപ്പറിന് ഹൈറ്റ് ഉണ്ടോ? വളരെ ചെറിയ ഹൈറ്റ് ആണല്ലേ. നമുക്ക് പേപ്പറിന് ഹൈറ്റ് ഉണ്ടെന്ന് പോലും തോന്നില്ല. പക്ഷേ ഒരു ക്യൂബോയിഡിനോ അതേപോലെ ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, കൂടെ ഹൈറ്റും ഉണ്ട്. അപ്പൊ 3 ഡയമെൻഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ 3-dimensional structures എന്ന് പറയാം. അപ്പോ ഈ പിക്ചേഴ്സ് എല്ലാം 3-dimensional structures ആണ്. അതാണ് അതിന്റെ സിമിലാരിറ്റി. അതേപോലെ they all have surfaces that you can touch. ഇതിന് ഈ തന്നിരിക്കുന്ന എല്ലാ സ്ട്രക്ചറിനും സർഫസ് ഉണ്ട്. നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർഫസ് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന്റെയൊക്കെ ഡിഫറൻസസ് എന്താ? അത് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും നമ്മൾ ഒന്നുകൂടി അത് ടേബിൾ ഇവിടെ കാണിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു? ഓരോ ഷേപ്പിനും ഇത്ര ഫേസസ് ഉണ്ട്, ഇത്ര എഡ്ജസ് ഉണ്ട്, ഇത്ര കോർണേഴ്സ് ഉണ്ട്. ഇതാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ ഷേപ്സിന്റെയും എഡ്ജസും കോർണേഴ്സും ഒക്കെ നമ്പർ പഠിച്ചു വെക്കണം കേട്ടോ. വെറുതെ ബൈഹാർട്ട് പഠിക്കരുത്. ആ ഒരു ഷേപ്പ് എടുത്ത് അതിൽ നോക്കി മനസ്സിലാക്കി വേണം പഠിക്കാൻ. Look at a die. The faces have 1 to 6 dots. What number is on? ഡൈസ്. നിങ്ങൾ എന്തൊക്കെ കളികൾക്ക് വേണ്ടിയാ ഡൈസ് ഉപയോഗിക്കാറ്? പല കളികൾക്കും ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ഡൈസിന്റെ എല്ലാ സൈഡ്സിലും 1 to 6 വരേക്കുള്ള ഡോട്ട്സ് ഓരോ സൈഡിൽ വീതം കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 അങ്ങനെയാണ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റൻ എന്താണെന്ന് പറഞ്ഞാൽ, ഏതാണ് ഫേസ് ഓപ്പോസിറ്റ് ടു നമ്പർ 1? നമുക്ക് ഈ ഒരു ഡൈനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഡൈ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഈക്വൽ കളേഴ്സ് കൊടുത്തിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ്സിനാണ്. അപ്പൊ ഇത് നിങ്ങളിത് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് വരിക. ഇത് താഴേക്ക് മടക്കി ഇതും മടക്കുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് വരിക. അതേപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക. അപ്പൊ ഈ ചിത്രം നോക്കിയിട്ട് ഈ ഒരു ആൻസർ എഴുതണം. ദ ഓപ്പോസിറ്റ് നമ്പർ ഓഫ് 1 എന്താണ്? 1 ഇവിടെ ഉണ്ട്. 1ന്റെ ഓപ്പോസിറ്റ് ഏതാ? ബ്ലൂ കളറിൽ തന്നെ ഉണ്ട്, 6. ദ ഫേസ് ഓപ്പോസിറ്റ് നമ്പർ 2. നമ്പർ 2ന്റെ ഓപ്പോസിറ്റ് ഏതാ? ഈസി ആണല്ലേ, ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, 5. ഇനി ഫേസ് ഓപ്പോസിറ്റ് നമ്പർ 3 is 4. അപ്പൊ ഇത് ചിത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അടുത്ത ചോദ്യം, വാട്ട് പാറ്റേൺ ഡു യു നോട്ടീസ്? അപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ആൻസറിലൊക്കെ എന്തോ ഒരു പാറ്റേൺ ഉണ്ട്. എന്താണ് ആ പാറ്റേൺ എന്നറിയോ? ആ പാറ്റേൺ ആണ് സം ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഇസ് ഈക്വൽ ടു 7. നോക്കിയേ, 1 plus 6 equal to 7, 2 plus 5 equal to 7, 3 plus 4 equal to 7. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചിത്രം തന്നില്ലെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? ദ ഫേസ് ഓപ്പോസിറ്റ് ടു നമ്പർ 1 1 plus 6 ആണ്, 7. അപ്പോൾ 6. ഫേസ് ഓപ്പോസിറ്റ് നമ്പർ 2 2 plus 5 ആണ്, 7. അപ്പോൾ 5. ഫേസ് ഓപ്പോസിറ്റ് ടു 3 3 plus 4 equal to ആണ് 7. അപ്പോൾ 4. അപ്പോൾ പാറ്റേൺ എന്താ? സം ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു 7. നെക്സ്റ്റ്, ഇൻ വാട്ട് ഓർഡർ ഈസ് ദിസ് മോഡൽ ബിൽഡ്? ഇവിടെ ഒരു മോഡൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് എന്ത് ഓർഡറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് നോക്കാമോ? ഇതിന്റെ ഏറ്റവും അടിയിലുള്ളത് എന്താ? 2 cuboids were placed side by side first with a small gap in between them.
രണ്ട് ക്യൂബോയിഡ്സ് ഉണ്ട്. അടിയിലുള്ള ഈ ഒരു ക്യൂബോയിഡും ഈ ഒരു ക്യൂബോയിഡും സൈഡ് ബൈ സൈഡ് ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം a large cuboid was placed on top of them. ഈ രണ്ട് ചെറിയ ക്യൂബോയിഡിന്റെ മുകളിൽ ഇതാ വലിയൊരു ക്യൂബോയിഡ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 4 cylinders were kept at 4 corners of the large cuboid. ഈ ലാർജ് ക്യൂബോയിഡിന്റെ 4 കോർണറിൽ 4 സിലിണ്ടേഴ്സ് വെച്ചിട്ടുണ്ട്. Another large cuboid was placed on the top of these 4 cylinders. ഈ 4 സിലിണ്ടേഴ്സിന് മേലെ അതേപോലെയുള്ള ഒരു ലാർജ് ക്യൂബോയിഡ്സ് വെച്ചിട്ടുണ്ട്. ഇനിയോ 4 cones, 4 blue cones were placed on 4 corners of this cuboid. ഈ ലാസ്റ്റ് വെച്ചിരിക്കുന്ന ക്യൂബോയിഡിന്റെ മുകളിൽ 4 കോൺസ് വെച്ചിട്ടുണ്ട്. The shape now look like a large building. അല്ലേ, വലിയൊരു ബിൽഡിംഗ് പോലെ തോന്നുന്നുണ്ട് അല്ലേ? അപ്പോ 3 cuboids of different sizes were arranged in front as steps for the building. ഇവിടെ കുഞ്ഞ് 3 ക്യൂബോയിഡ്സ് സ്റ്റെപ്സ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് വേറെ രീതിയിൽ നിങ്ങളുടേതായ സെന്റൻസിൽ എഴുതാം കേട്ടോ. ഇതൊന്ന് എക്സാമ്പിൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. What shape do you get if you join a cube and cuboid? ഈ ബോയ് ഇവിടെ ഒരു ക്യൂബും ഒരു ക്യൂബോയിഡും കൂടി അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്ത് ഷേപ്പ് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് എഴുതാം. ചില ആൾക്കാർക്ക് കാറായിട്ട് തോന്നും, ചില ആൾക്കാർക്ക് ജീപ്പായിട്ട് തോന്നും, ചില ആൾക്കാർക്ക് അത് സ്റ്റെപ്പായിട്ട് തോന്നും, ചില ആൾക്കാർക്ക് അത് ട്രക്കായിട്ടും തോന്നും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. നെക്സ്റ്റ്, ഹൗ മെനി ക്യൂബ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ദിസ് ഷേപ്പ്? ഇവിടെ ഒരു ഗേൾ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ എത്ര ക്യൂബ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആ ഷേപ്പിനെ ഒന്നുകൂടി ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ല എന്നാലും കാണാൻ പറ്റും. ഇതിൽ 1, 2, 3 3 ലെയറുകളാണ്. ഓരോ ലെയറുകളിലും എത്ര ക്യൂബ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് നോക്കാം. കണ്ടോ, 1, 2, 3 പിന്നെ അതേപോലത്തെ 3 ലെയർ ഇവിടെ ഉണ്ട്. അപ്പൊ ഓരോ ലെയറിലും 3 എണ്ണം വീതമുള്ള 3 ലെയർ. ഇതിനെ നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. കണ്ടോ, ഇതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ അടിയിലത്തെ ലെയറിനെ മാത്രം ഇങ്ങനെയാണ് കാണാൻ. 1, 2, 3 ആദ്യത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ 1, 2, 3, ഇവിടെ അടുത്ത ലെയർ 1, 2, 3. എല്ലാ ലെയറിലെയും ക്യൂബ്സ് അവൈലബിൾ ആണ്. ഇനി ഈ രണ്ടാമത്തെ ലെയറിലേക്ക് നോക്കാം. ആദ്യത്തതിന്റെ മുകളിലുള്ള ലെയർ. ഇവിടെയോ 2 എണ്ണം മിസ്സിംഗ് ആണ് അല്ലെ, ബാക്കിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ക്യൂബും ഇവിടെ ഒരു ക്യൂബും മിസ്സിംഗ് ആണ്. അപ്പൊ അതിനെ ഇങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള ക്യൂബ്സ് വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുക. ബാക്കി എല്ലാ ക്യൂബ്സും അവിടെ അവൈലബിൾ ആണ്. ഇനി ലാസ്റ്റ് പിക്ചറിൽ കണ്ടോ, 3 എണ്ണം മുകളിലും 2 എണ്ണം ഇവിടെയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം മിസ്സിംഗ് ആണ്. ഏറ്റവും മുകളിലത്തെ ലെയറിൽ 3, 2 5 എണ്ണമേ അവൈലബിൾ ഉള്ളൂ. 3ഉം 2ഉം ബാക്കിയൊക്കെ മിസ്സിംഗ് ആണ്. ഇനി ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. ഇവിടെ 9, പിന്നെ 10, 16, 17, 18, 19, 20, 21. Total number of cubes equal to 21. In how many different ways can you join 3 cubes? Try and see. ഇവിടെ 3 ക്യൂബ്സ് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇത് നിങ്ങൾക്ക് ഏതൊക്കെ വേയിൽ ജോയിൻ ചെയ്യാൻ പറ്റും? അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല പല ഷേപ്സും കിട്ടും അല്ലേ? What possible shapes do you get if you join 3 cubes? 3 ക്യൂബ്സിനെ പല പല ഷേപ്സിൽ അറേഞ്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യില്ലേ സ്വന്തമായിട്ട്? ചെയ്യണം. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ക്യൂബ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, പിന്നെ അത് ഇതേപോലെ അറേഞ്ച് ചെയ്യാം, ഇതേപോലെ അറേഞ്ച് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ മാത്രമല്ല, എത്രയോ രീതിയിൽ നിങ്ങൾക്ക് ഈ 3 ക്യൂബ്സിനെ ജോയിൻ ചെയ്യാം. നിങ്ങളത് ജോയിൻ ചെയ്ത് നോക്കിയിട്ട് പല പല ഷേപ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, നെയിം ദ ഷേപ്സ് യൂസ്ഡ് ഇൻ ദീസ് മോഡൽസ്. ഇവിടെ പല പല മോഡൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നിലും ഏതൊക്കെ ഷേപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്ക്രൈബ് ഹൗ ദ ഷേപ്സ് ആർ അറേഞ്ച്ഡ് ടു മേക്ക് ദം. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ ഷേപ്സിന്റെ പേരും അതിനെപ്പറ്റി ആ ഷേപ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചറിന്റെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഡിസ്ക്രിപ്ഷനും. നമുക്ക് ഓരോരോ ചിത്രമായിട്ട് എടുത്തൊന്ന് നോക്കാം.
ആദ്യത്തെ ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ഓറഞ്ച് ക്യൂബോയിഡ് ഉണ്ട്, 2 ഗ്രീൻ ക്യൂബോയിഡ് ഉണ്ട്, പിന്നെ ഒരു റെഡ് ക്യൂബോയിഡും ഉണ്ട്. റെഡോ പിങ്കോ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ അങ്ങനെ എഴുതണം കേട്ടോ. An orange cuboid was placed on surface. നമ്മുടെ താഴെ സർഫസിൽ ഒരു ഓറഞ്ച് ക്യൂബോയിഡ് ആണ് വെച്ചിരിക്കുന്നത്. 2 green cuboids were placed on top of the orange cuboid with some space in between them. Finally, a red cuboid was placed on top of the 2 green cuboids. നമ്മുടെ ഫസ്റ്റ് സ്ട്രക്ചർ റെഡി. സെക്കൻഡ് സ്ട്രക്ചർ. ഇവിടെ 1 2 3 4 5 ക്യൂബോയിഡ്സ് ഉണ്ട്. ഒന്ന് ഓറഞ്ച് കളർ, ഒന്ന് റെഡ് കളർ. ഓറഞ്ച്, റെഡ്. പിങ്ക് ആണെങ്കിൽ പിങ്ക് എന്ന് എഴുതണം, റെഡ് ആണെങ്കിൽ റെഡ് എന്ന് എഴുതണം. നിങ്ങളുടെ ബുക്കിൽ ഏതാണോ കളർ ക്ലിയർ ആയിട്ട് കാണുന്നത് അത് അതുപോലെ എഴുതണം കേട്ടോ. 5 small cuboids were stacked in this order. Orange at the bottom, then red on top of it, followed by orange, then red, and finally orange again. എന്നിട്ട് on top of all these, a large green cuboid was placed. Okay? 6 small cuboids were stacked in this order. Orange at the bottom, then red on top of it, followed by orange, then red, then orange again, and finally red on the top. A green cuboid was placed at the bottom, then red cuboid was stacked on it, and an orange cuboid was placed on top, slightly to the side like a step. നേരെ അട്ടിക്കട്ടിക്കല്ല വെച്ചിരിക്കുന്നത്, ചെറുതായിട്ടൊരു സൈഡിലേക്ക് ഒരു സ്റ്റെപ്പ് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Use 6 dice to make the following shapes. 6 ഡൈസ് എടുത്തിട്ട് ഈ താഴെ പറയുന്ന ഷേപ്സ് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ. നിങ്ങളെ വീട്ടിൽ 6 ഡൈസ് ഉണ്ടോ? 6 ഡൈസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങളുടെ വീട്ടിൽ തെർമോക്കോളോ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളോ അങ്ങനത്തെ ഒരു കട്ടിയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പേപ്പറുകൾ കൊണ്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡൈസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കി നോക്കൂ. 6 ഡൈസ് അടുപ്പിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കാം അല്ലേ? ഇനി ഒരു ടവർ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയേ. അതേപോലെ 6 മേലെ വെച്ചിട്ട് നമുക്കൊരു ടവർ ഉണ്ടാക്കാം. എനി അതർ ഷേപ്പ് ഓഫ് യുവർ ചോയ്സ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു ഷേപ്പും ഉണ്ടാക്കാം. അപ്പോൾ ഈ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നിങ്ങളുടെ വീട്ടിൽ കണ്ടുപിടിക്കുന്ന ഓരോ ഷേപ്പും എടുത്തിട്ട് അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നിരിക്കുന്ന ഒരു ടേബിൾ ഇല്ലേ, ഓരോ ഷേപ്പിനെ പറ്റിയുള്ള എഡ്ജസും ഫേസസും കോർണേഴ്സും ഒക്കെ കൊടുത്തിട്ടുള്ള ആ ടേബിൾ നിങ്ങളൊന്ന് പോസ് ചെയ്ത് നന്നായി മനസ്സിലാക്കണം. അത് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ അതേപോലത്തെ ഒരു ഷേപ്പ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. വൺസ് നിങ്ങൾ ഈ ഒരു ഷേപ്സിനെയൊക്കെ പറ്റി നന്നായി തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏത് ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററുമായി കാണുന്നവരെ ബൈ.